വിജയ് പറഞ്ഞതുപോലെ തന്നെ സ്ഥാനാർത്ഥികളൊക്കെ രാവിലെ മുതൽ തന്നെ സജീവമായിരിക്കും. കൊല്ലത്തെ കാഴ്ചകൾ എങ്ങനെയാണ്, പ്രചാരണങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം തന്നെ ഇന്ന് കൊട്ടിക്കലാശം നടക്കാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം, ലിജോ? ഏകദേശം ഒരു മാസത്തിനടുത്ത് നീണ്ടുനിന്ന വലിയ പ്രചാരണങ്ങൾക്ക് അവസാനമായിരിക്കുകയാണ്. അതായത് ഇന്ന് പരസ്യ പ്രചാരണം അവസാനിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥികളോടൊപ്പം ഇതൊരു അവധി ദിവസമായതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള ആളുകളാണ് ഈ സ്ഥാനാർത്ഥികൾക്ക് ഒപ്പം ഇന്ന് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഈ കൊല്ലം കോർപ്പറേഷന്റെ കടപ്പാക്കട ഡിവിഷനിൽ പെടുന്ന ഈ സ്ഥലത്താണുള്ളത്. അഡ്വക്കേറ്റ് സന്തോഷാണ് ഇവിടെ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. കാണാം, സ്ഥാനാർത്ഥിയോടൊപ്പം നിരവധി ആളുകളാണ്. കാര്യം കുറച്ച് വീടുകളൊക്കെ കൂടെ ഞായറാഴ്ച വീട്ടിലുള്ള ആളുകളൊക്കെ ഉള്ളവരെ കാണാനായിരിക്കുമല്ലേ ഇങ്ങനെ ഇറങ്ങി? അതെ 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 അതെ. എങ്ങനെയാണ് ഇനി ഒരു ദിവസം കഴിഞ്ഞാൽ ആളുകൾ വോട്ടിടാനായി പോകുന്നു, 2 ദിവസം കഴിയുമ്പോൾ ഫലം വരുന്നു, എന്താണ്? തീർച്ചയായിട്ടും വലിയ വിശ്വാസമാണ് കടപ്പാക്കടയിൽ കോൺഗ്രസ് തിരിച്ചു പിടിക്കുമെന്നുള്ള വിശ്വാസമാണ് ഉള്ളത്. കാര്യം നമുക്ക് നഷ്ടപ്പെട്ട ഈ സീറ്റ് തിരിച്ചു പിടിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് കൂടി ഈ ഞായറാഴ്ച ദിവസവും ഇലക്ഷന്റെ തലേ ദിവസവും ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഈ പരമാവധി ആളുകളെയൊക്കെ നേരിട്ട് കണ്ടു കഴിഞ്ഞു. തീർച്ചയായിട്ടും 100% ആളുകളെ നേരിട്ട് കണ്ടു കഴിഞ്ഞു. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഏറ്റവും ഉത്തമനായ സ്ഥാനാർത്ഥിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി കടപ്പാക്കട ഡിവിഷനിൽ അണിനിരത്തിയിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് ഇവിടെ കമ്മിറ്റി കൂടി ഒറ്റ പേരെ ഇവിടെ നിർദ്ദേശം വന്നുള്ളൂ. അതനുസരിച്ചുള്ള സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് സന്തോഷ്. 100% ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. വലിയ രീതിയിൽ, അതായത് എനിക്ക് തോന്നുന്നു ഒരു 10-25 പേരൊക്കെ ഉണ്ട് ഗൃഹസന്ദർശനത്തിന് പോലും. അതെ അതെ അതെ, അതാ പറഞ്ഞ ഇവിടുത്തെ മുഴുവൻ പാർട്ടിക്കാരും അതായത് കോൺഗ്രസുകാർ മാത്രമല്ല RSP ഉൾപ്പെടെയുള്ള എല്ലാ ഘടകകക്ഷികളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പാർട്ടിക്കാരും ഒറ്റക്കെട്ടായിട്ട് സന്തോഷ് വക്കീലിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥി എന്തായാലും വീടുകൾ കയറാനുള്ള തിരക്കിലാണ്. കുറച്ച് വീടുകൾ ബാക്കിയുണ്ടായിരുന്നു. ആ വീടുകൾ കൂടെ അവസാന വട്ടത്ത് ഒന്നുകൂടെ കണ്ട് വോട്ടുറപ്പിക്കുക. നേരത്തെ ചോദിച്ചതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ റൂട്ട് മാർച്ച് ഉൾപ്പെടെ നടത്തിയിരുന്നു. അതായത് പോലീസ് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരത്ത് ചില അതായത് ചിന്നക്കടയ്ക്ക് അടുത്തുള്ള ചില ഡിവിഷനുകളിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ ആ ചിന്നക്കടയിൽ ഒരുമിച്ച് കൂടിയായിരിക്കും